നമസ്കാരം. നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ നല്ല ശുദ്ധിയുള്ള ഒരു അരിപ്പപ്പടം തയ്യാറാക്കിയാലോ? നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന പപ്പടം നമ്മൾ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. വൃത്തിയുള്ള സാഹചര്യത്തിലല്ല, പപ്പടമൊന്നും അധികം ഉപയോഗിക്കേണ്ട, അതിലത്തെ എല്ലാം മായമാണ്, പൊടികൾ ശരിയായ ഉഴുന്നല്ല എന്നൊക്കെ പറഞ്ഞ് കാണാം. പിന്നെ അത് ഉണ്ടാക്കുന്നത് കാലുകൊണ്ടൊക്കെ ചവിട്ടി കുഴച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇത് നമുക്ക് വീട്ടിൽ ഒരു ഗ്ലാസ് നല്ല പച്ചരി, അത് പഴകിയ പച്ചരിയാണെങ്കിൽ വളരെ നല്ലതാണ്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണെങ്കിൽ അധികം പശയൊന്നും ഇല്ലാത്തത്, കുറച്ച് പഴയതാകുമ്പോൾ പശ കുറവുണ്ടായിരിക്കും പുതിയതിനേക്കാളും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കുതിർത്തി നല്ല ലൂസായിട്ട് അരച്ച് അതിലേക്ക് കുറച്ച് എള്ളും കുരുമുളകും ഉപ്പ് പാകത്തിനൊക്കെ ഇട്ട് കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് ഇതേപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ച് അത് ഒരു തട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത് പാത്രക്കടകളിലൊക്കെ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ പാത്രക്കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഈ തട്ട് ഇങ്ങനെ വളരെ കനം കുറഞ്ഞൊരു തട്ടാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ തട്ടുകൾ നമ്മളിങ്ങനെ തുടച്ച് അതിലേക്ക് ഈ മാവ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുക്കുക. ഈ തട്ടിൽ വയ്ക്കുക. തട്ട് ഒരു 4, 5, 10 തട്ടുണ്ടാവും ഓരോ ഇതിലും. 10, 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ആ തട്ട് തീരുന്നവരെ നമുക്ക് ഈ മാവ് ഇതുപോലെ പരത്തി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ഈ പപ്പടം ഈ പരത്തിയ മാവ് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നന്നായി വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ തട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ അത് എന്നിട്ട് തണുക്കാനായിട്ടൊരു കുറച്ച് നേരം വെച്ച് അപ്പോഴേക്കും നമുക്ക് അടുത്ത ഉണ്ടാവും. ഒരു ഗ്ലാസ് പൊടി കൊണ്ട് നമുക്കൊരു 10-40 പപ്പടമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്കിത് ഇങ്ങനെ ഉറച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് പതുക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ നമ്മൾ നേരെ പാത്രത്തിലേക്ക് ഇട്ട് ഇത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു പോളിത്തിൻ്റെ ഷീറ്റ് എടുത്ത് അതിലേക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മളിതുപോലെ പതുക്കെ കീഴായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടുപോരും. വിട്ടുപോരുമ്പോൾ നമ്മളിത് പരത്തി ഒരു ട്രേയിൽ വെച്ചിട്ട് നമുക്കൊരു ദിവസത്തെ വെയിൽ ഉണക്കി കഴിഞ്ഞാൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും എടുത്ത് വയ്ക്കാൻ പറ്റും. നന്നായി ഇത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നല്ല പപ്പടം പോലെ പൊളച്ച് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഈ ലൈസിനൊക്കെ പകരം വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും. അധികം എണ്ണയൊന്നും കുടിക്കുകയില്ല, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ്. കഴിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു രുചിയും. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെ പപ്പടം പോലെ ഉപയോഗിക്കാം നമുക്ക്. ഇല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടോ സുലൈമാനിയുടെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ വൃത്തിയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, വളരെ ശുദ്ധതയോടുകൂടെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക.